വിറ്റാര ബ്രീസ കോമ്പാക്ട് എസ്യുവിയുടെ ഫേസ് ലിഫ്റ്റ് മാരുതി സുസുക്കി ഈ മാസം ആദ്യം രാജ്യത്തെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് ഷോയായ ഓട്ടോ എക്സ്പോയുടെ 15ാം പതിപ്പിലാണ് പുറത്തിറക്കിയത്. ഇതാദ്യമായാണ് മാരുതി ബ്രീസ BS6 പെട്രോൾ അവതാരത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ബ്രാൻഡ് പെട്രോൾ മാർഗം തെരഞ്ഞെടുത്തതിനാൽ വിപണിയിൽ തെളിയിക്കപ്പെട്ട BS5 1.3 ഡീസൽ യൂണിറ്റ് നിർത്തലാക്കി. 2020 മാരുതി സുസുക്കി വിറ്റാര ബ്രീസയുടെ എക്സ് ഷോറൂം വില 7.34 ലക്ഷം രൂപയിൽ ആരംഭിച്ച് ഏറ്റവും ഉയർന്ന പതിപ്പിന് 11.40 ലക്ഷം രൂപ വരെയാണ്. ഇപ്പോൾ BS6 മാരുതി ബ്രീസ ഔദ്യോഗികമായി അരങ്ങേറ്റം കുറിച്ച ദിവസം മുതൽ 20 ദിവസത്തിനുള്ളിൽ 10,000 യൂണിറ്റ് ബുക്കിംഗുകൾ നേടി ഒരു പുതിയ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. മാരുതി ബ്രീസ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട 4 മീറ്ററിൽ താഴെയുള്ള കോമ്പാക്ട് SUV ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ ഒന്നുമാണിത്. അതേ കാരണത്താൽ ഫേസ് ലിഫ്റ്റ് പതിപ്പിനായുള്ള ഡിമാൻഡ് അത്ഭുതപ്പെടേണ്ട ഒന്നല്ല. ഫേസ് ലിഫ്റ്റ് ആയതിനാൽ BS6 വിറ്റാര ബ്രീസ പഴയ BS5 മോഡലിന് സമാനമായി കാണപ്പെടുന്നു. കൂടാതെ വാഹനത്തിന്റെ അകത്തും പുറത്തും ചില അധിക സവിശേഷതകൾക്കൊപ്പം കുറച്ചു മാറ്റങ്ങൾ നിർമ്മാതാക്കൾ വരുത്തിയിട്ടുണ്ട്. LED ലൈറ്റിംഗ് സിസ്റ്റങ്ങൾ, പുനർരൂപകൽപ്പന ചെയ്ത ബമ്പറുകൾ, ലെതർ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീൽ, നവീകരിച്ച ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, പുതിയ കളർ ചോയ്സുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വാഹനത്തിന്റെ വീലുകളും വ്യത്യസ്തമാണ്. പുതിയ BS6 മാരുതി വിറ്റാര ബ്രീസ പെട്രോൾ പതിപ്പിൽ മാത്രമേ വിപണിയിലെത്തൂ. 1.5 ലിറ്റർ K സീരീസ് 4 സിലിണ്ടർ എഞ്ചിൻ 104 bhp കരുത്തും 138 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. മിക്കവാറും എല്ലാ പുതിയ മാരുതി സുസുക്കി ഉൽപ്പന്നങ്ങളെയും പോലെ എഞ്ചിൻ SHVS എന്ന് വിളിക്കുന്ന ഒരു മൈൽഡ് ഹൈബ്രിഡ് യൂണിറ്റുമായി യോജിപ്പിച്ചിരിക്കുന്നു. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 4 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടാണ് എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്നത്. FCAയുടെ 1.3 MGD എഞ്ചിനിൽ നിന്ന് കടം കൊണ്ട 1.3 ലിറ്റർ 4 സിലിണ്ടർ DDIS ഡീസൽ യൂണിറ്റ് മാത്രമേ BS5 മാരുതി ബ്രീസയിൽ ലഭ്യമായിരുന്നുള്ളൂ. ഇത് 89 bhp കരുത്തും 200 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ AMT ഗിയർ ബോക്സ് ആയിരുന്നു വാഹനത്തിൽ വന്നിരുന്നത്. മാരുതി സുസുക്കി ബ്രീസയുടെ BS6 ഡീസൽ പതിപ്പ് പിന്നീട് ഒരു ഘട്ടത്തിൽ അവതരിപ്പിച്ചേക്കാം. പക്ഷേ ഇത് 1.3 DDISനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കില്ല. ഇന്ത്യൻ വിപണിയിലെ 4 മീറ്ററിൽ താഴെയുള്ള കോമ്പാക്ട് SUV വിഭാഗത്തിന് നല്ല സാധ്യതയുണ്ട്. മറ്റു ബ്രാൻഡുകളിൽ നിന്ന് അഭികാമ്യമായ കുറച്ച് ചോയ്സുകൾ ഈ ശ്രേണിയിൽ ലഭിക്കുന്നു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റെല്ലാ OEMകളെക്കാളും വലിയ ഭൂരിപക്ഷം ആളുകൾ മാരുതി സുസുക്കിയെ പരിഗണിക്കുന്നു. വിറ്റാര ബ്രീസ നിങ്ങളെ ആകർഷിക്കുന്നില്ലെങ്കിൽ മഹീന്ദ്ര XUV 300, ടാറ്റ നെക്സോൺ, ഹ്യുണ്ടായി വെന്യൂ എന്നിവ പെട്രോൾ ഡീസൽ പതിപ്പുകളിൽ എത്തുന്ന മികച്ച പാക്കേജുകളാണ്.